നമുക്ക് അബിയുടെ ജാനിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നകുലിനും ഇന്ദ്രജയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നകുലിനോട് ഇന്ദ്രജ പറഞ്ഞു, ഇനിയുള്ള കരുക്കളൊക്കെ വളരെ സൂക്ഷിച്ച് വേണം നീക്കാനായിട്ട്. അറിയാലോ, ഒരു കാരണവശാലും നീ അവളുടെ മുന്നിൽ ചെന്ന് പെടല്ല. ജാനകിയുടെ മുന്നിൽ ഒരു പക്ഷെ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് പേടിയായിരിക്കും. കാരണം അത്ര ചെറിയ ദ്രോഹമൊന്നുമല്ല നീ അവളോട് ചെയ്തിരിക്കുന്നു പറയണം. അത് കേട്ടിപ്പോൾ നകുലും പറഞ്ഞു, അത് ശരിയായിട്ട് അമ്മയെന്ന് പറയണം. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു വേണം നീ പോകാനായിട്ട്. പക്ഷെ ഇനിയിപ്പം നീ ചെല്ലേണ്ട എങ്ങോട്ടേക്കാണെന്നറിയാവോ? അവരുണ്ടല്ലോ, അവളുടെ ഭർത്താവ് അഭിറാമിന്റെ മുന്നിലേക്കാണ് നീ ചെല്ലേണ്ടതെന്ന് പറയണം. പക്ഷെ ഇതുപോലെയൊന്നും ആയിരിക്കില്ല. നീ ഒരു പാവത്താനെ പോലെ വേണം ചെല്ലാനായിട്ട്. നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു സംശയം തോന്നുകയും ചെയ്യരുത്. പിന്നീട് ഞാൻ പറയുന്ന പോലെ തന്നെ നീ ചെയ്താൽ മതി. എന്ത് വേണം ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രജ നകളുടെ ഒരു ക്ലാസ് തന്നെ എടുക്കുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നകളും പറഞ്ഞു, ശരി എടുത്തിയമ്മ, ഇങ്ങനെ മതി എന്ന് പറയണം. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും അവളെ എൻ്റെ വരുതിക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നൊക്കെ പറയണം. ഈ സമയത്ത് അവരുടെ ഒരു ഡിറ്റക്റ്റീവിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു പശുപതി എന്ന് പറഞ്ഞ ഒരുത്തനെ. അങ്ങനെ അവൻ എന്ത് ചെയ്യുവാണ്, ജാനകിയും രാധാമണിയും താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ പുറത്താരെയും കണ്ടില്ല. അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട് സിറ്റ് ഔട്ടിലേക്ക് അങ്ങോട്ട് കയറുമ്പോഴത്തേനുമാണ് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് മേരിക്കുട്ടിയമ്മ കടന്നു വരുന്നതാട്ടെ. മേരിക്കുട്ടിയമ്മയെ കണ്ടതും ഒന്ന് അടിമുടി നോക്കി. ഓ, അപ്പം ഇവരായിരിക്കും ആള്, ഇവരായിരിക്കും രാധാമണി. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. പിന്നീട് മേരിക്കുട്ടിയമ്മ ചോദിച്ചു, അല്ല ആരാ, നിങ്ങൾ ആരാ, ഏതാന്നൊക്കെ ചോദിക്കണം. അത് പിന്നെയുണ്ടല്ലോ, ഞാനിവിടെ ഒരു 150 കുടുംബങ്ങളുണ്ട്. അപ്പം അവർക്ക് ഒരു സംഘടനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ് ഞാനെന്ന് പറയാം. അല്ല ഇവിടെ എന്താ കാര്യം ചോദിക്കും. എനിക്ക് കുറച്ച് വിവരങ്ങളൊക്കെ നിങ്ങളെക്കുറിച്ച് വേണമായിരുന്നു. രാധാമണി എന്നല്ലേ നിങ്ങളുടെ പേരെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പം മേരിക്കുട്ടിയമ്മയ്ക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. എന്തൊക്കെയോ അറിഞ്ഞിട്ടുള്ള വരവാണ് ഇവൻ്റെ. രാധാമണി നിങ്ങളോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കും. അത് പിന്നെ ഞാൻ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയ വിവരങ്ങളാണെന്ന് പറയാം. അതെ, ഇവിടെ ആരുടെയും വീട്ടിൽ കറണ്ടില്ലെങ്കിലോ വെള്ളമില്ലെങ്കിലോ ഒക്കെ എന്നെ വിളിക്കണേന്ന് പറയണം. പെട്ടെന്നാണ് മേരിക്കുട്ടിയമ്മയ്ക്ക് ആ ഒരു ചിന്ത വന്നേ. മിക്കവാറും ഇവന് തരികിടയായിരിക്കും, തങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നായിരിക്കും. ആ സമയത്ത് പശുപതി പറഞ്ഞു, അതെ അയ്യോ ഇപ്പോഴും ഞാനൊരു കാര്യം ഓർത്തെ. ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ കറണ്ടില്ലാന്ന്. കറണ്ട് വന്നൊന്ന് വിളിച്ചു ചോദിക്കാൻ മറന്നുപോയി. 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഫോൺ എടുത്തിട്ട് ഡയൽ ചെയ്യുന്ന പോലെ കാണിക്കുകയാണ്. പക്ഷേ ഫോക്കസ് ചെയ്ത് മേരിക്കുട്ടിയമ്മയുടെ ആയിരുന്നു. ഒരു ഫോട്ടോ എടുക്കാൻ തന്നെയായിരുന്നു ലക്ഷ്യം. അങ്ങനെ മേരിക്കുട്ടിയമ്മ 2-3 ഫോട്ടോസ് എടുത്തു. രാധാമണിയാന്നുള്ള രീതിയിൽ, രാധാമണിയാന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോഴേക്കാണ് ജാനകി ഇറങ്ങി വരുന്നത്. ജാനകി വന്നിട്ട് ഏതാ നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കണം. അത് പിന്നെ എനിക്ക് കുറച്ച് വിവരങ്ങളൊക്കെ വേണമായിരുന്നു പറയണം. എന്ത് വിവരങ്ങൾ? അത് ഇവിടെ താമസിക്കുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നിങ്ങൾ പുതിയതായിട്ട് വന്നതല്ലേ, അതുകൊണ്ടാന്ന് പറയണം. അതെ, ഞങ്ങൾ വാടകക്കാരാ, ഞങ്ങൾ അധിക ദിവസം കാണത്തില്ല, ഞങ്ങൾ ഉടനെ തിരികെ പോകുമെന്ന് പറയാം. അത് കേട്ട് ഞാൻ പശുപതി പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, വിവരങ്ങൾ തന്നാൽ മതി എന്ന് പറയാം. ഇപ്പം വിവരങ്ങളൊന്നും തരാൻ പറ്റില്ല എന്ന് പറയാം. മേരിക്കുട്ടിയമ്മ പറഞ്ഞു, ഇവനെ കണ്ട് എന്തോ ഒരു തരികട തോന്നുന്നുണ്ട് മോളെ, ഒരു കള്ളലക്ഷം തോന്നുന്നുണ്ടെന്ന് പറയാം. പശുപതി പറഞ്ഞു, എല്ലാവരും എങ്ങനെ പറയും, ഇത് എൻ്റെ അച്ഛനാണെങ്കിൽ കണ്ടുണ്ടെങ്കിൽ ഒരു പെരുങ്കള്ളൻ്റെ മുഖഭാവം എൻ്റെ അച്ഛനെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, സത്യം പറ, നിങ്ങൾ ആരാ, നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം ഇതൊന്നും അല്ലോ എന്ന് പറയണം. അത് കേട്ടപ്പോഴത്തേനും പശുപതി പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, ഞാൻ ശരിക്കും ഇങ്ങോട്ടേക്ക് വന്നു തന്നെയാണ് ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ. മേൽക്കുട്ടിയും പറഞ്ഞു, ഇവനെ ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. ഇവൻ്റെ കാരണം അടിച്ചൊന്ന് പൊട്ടിക്കാന്ന് പറയണം. അങ്ങനെ അടിക്കാൻ കൈ ഓങ്ങുമ്പോഴത്തേനും അവൻ എന്ത് ചെയ്യുകയാണ്, പെട്ടെന്ന് പറഞ്ഞു, അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയണം. ഈ സമയം ജാനകി വാ അമ്മയെന്ന് പറഞ്ഞിട്ട് കൂട്ടി അകത്തേക്ക് കൊണ്ടുപോകണം. ഓഹോ, അപ്പം അമ്മ ഇത് തന്നെയാണ്, രാധാമണി അമ്മയാണ് തന്നെ ഇത്. പിന്നീട് അവരങ്ങനെ പോകുന്ന സമയത്ത് പറയുന്നൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ പശുപതി എടുക്കുകയാണ്. ഇത് മതി, ഇത് വെച്ചിട്ട് കളി കളിക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ആ സമയത്ത് അബി ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് നകുലിൻ്റെ വരവ്. നകുലിന് നേരെ ഓപ്പോസിറ്റ് വന്നിരുന്നിങ്ങനെ അബിനെ നോക്കി. അബി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ച് കാണിച്ചു. ആദ്യമായിട്ട് കാണുന്നൊരു മനുഷ്യ, എന്നാലും ഓപ്പോസിറ്റ് വന്നിരിക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നീട് അബി തൻ്റെ കഴിപ്പ് തുടരുവാണ്. ഈ സമയത്ത് വെയിറ്റർ വന്ന് എന്താ വേണ്ടതെന്ന് അവളോട് ചോദിച്ചപ്പോൾ നൂഡിൽസ് മതി എന്ന് പറയാം. അയാൾ ഓർഡർ എടുത്തിട്ട് അങ്ങോട്ട് പോയി. പിന്നീട് അബിയോട് ചോദിച്ചു, പേരെന്താന്ന് ചോദിക്കണം. അപ്പോൾ അബി പറഞ്ഞു, അഭിറാമെന്നാന്ന് പറയണം. ഈ സമയം നകുലൻ പറഞ്ഞു, എൻ്റെ പേര് നകുലൻ, പട വീട്ടിൽ നകുലൻ എന്ന് പറയുമെന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ. പിന്നീട് നകുലൻ എന്ത് ചെയ്യണം, തൻ്റെ ഫോൺ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ജാനകിയുടെ ഫോട്ടോ ഡിസ്പ്ലേ ഇട്ടിട്ട് അത് ആ ടേബിളിലേക്ക് വെക്കുവാണ്. അവൻ കാണാൻ പാകത്തിന്, അഭിറാം കാണാൻ പാകത്തിന്. പക്ഷെ അബി അത് മൈൻഡ് പോലും ചെയ്തില്ല. അബി അങ്ങോട്ടേക്ക് നോക്കി പോലില്ല. അബി ഫുഡ് കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അതും ഏക്കില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തന്നെ നകലും വിചാരിച്ചു. പിന്നീട് നകലും ചോദിച്ചു, എന്ത് ചെയ്യുന്നു ചോദിക്കുക അബിയോട്. അബി പറഞ്ഞു, ബിസിനസ്സും കാര്യങ്ങളാന്ന് പറയണം. ബിസിനസ്സും കാര്യങ്ങളാണ്? അതെ. അല്ല ഇവിടെയാണോ ബിസിനസ്സെന്ന് ചോദിക്കുക.
ഇവിടെയാ ബിസിനസ് സൂര്യപ്രഭ ഓർഗനൈസേഷൻ. ഓ കേട്ടിട്ടുണ്ട് സൂര്യപ്രഭ ഓർഗനൈസേഷനെ കുറിച്ച്. അവിടുത്തെ ആളല്ലേന്ന് ചോദിക്കുകയാണ്. ഞാനും ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാന്ന് നകുലനും പറയണം. പിന്നീട് അബിയോട് ചോദിച്ചു കല്യാണം കഴിഞ്ഞാണെന്ന് ചോദിക്കും. കല്യാണം കഴിഞ്ഞാൽ ഒരു മോളും ഉണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് നകുലൻ പറഞ്ഞു, അതെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എന്ത് ചെയ്യാൻ പറ്റും? കല്യാണമൊക്കെ നിശ്ചയിച്ചാതെ സെറ്റായതായിരുന്നു. പക്ഷേങ്കിൽ അതിനു മുമ്പ് തന്നെ കല്യാണപ്പെണ്ണ് നമ്മളെ ചതിച്ചിട്ട് വിട്ടുപോയി. അവളെ പിന്നെ കണ്ടു കിട്ടിയിട്ടില്ല. 7 വർഷമായി അവൾക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും കാത്തിരിക്കുമെന്ന് പറയാണ്. അത് കേട്ടപ്പം അബി ഒന്നും മിണ്ടിയില്ല. അബി ഇങ്ങനെ നോക്കി. 7 വർഷമായിട്ടും അവളുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. പക്ഷെ എനിക്ക് അവൾ ഇതുവരെയായിട്ടും കണ്ടു കിട്ടാൻ പറ്റിയിട്ടില്ല. അല്ല നിങ്ങളുടെ ഭാര്യയുടെ പേരെന്താന്ന് അബിയോട് ചോദിക്കുക. ജാനകി എന്ന് പറയാം. കൊള്ളാലോ, ജാനകി രാമനോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. നല്ല പേര് തന്നെയാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അബിയെന്ന് നോക്കി പുഞ്ചിരിച്ചു. പിന്നീട് ഇച്ചിരി കഴിയുമ്പത്തിന് അബി എന്ത് ചെയ്യണം, ഫുഡും കഴിച്ചിട്ട് അബി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ആ സമയം നകുലിനിങ്ങനെ അബിയെ നോക്കി. ഇടയ്ക്ക് അബി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, അവൻ നൂഡിൽസ് അവന് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നൂഡിൽസ് കഴിക്കാതെ അവനിങ്ങനെ അതിനകത്തിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തോ അവൻ്റെ ആ ഇരിപ്പും മട്ടും ഭാഗം കണ്ടപ്പോൾ അബിക്ക് അത്ര പന്തിയായിട്ട് തോന്നിയില്ല. പക്ഷെ അബി അത് മൈൻഡ് ചെയ്യാൻ പോയില്ല. അബി ഫുഡ് കഴിച്ചു. അബി പിന്നീട് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുവാണ്. ആ സമയത്ത് ഉണ്ണിത്താൻ വക്കലിൻ്റെ അടുത്തേക്ക് നിരഞ്ജനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വക്കീൽ പറഞ്ഞു, അതെ CA നടരാജൻ്റെ അടുത്ത് മോള് പോയിട്ടുണ്ടായിരുന്നല്ലേന്ന് ചോദിക്കുക. അതെ കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പറയും. അല്ല അച്ഛൻ എന്തിനാ എന്നെ ഇപ്പോൾ വിളിപ്പിച്ചെന്ന് ചോദിക്കുക. അത് പിന്നെ വേറൊരു കാര്യമുണ്ട് മോളെ. അദ്ദേഹത്തിൻ്റെ പഴയ ഡയറിയിൽ CA സാറ് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ കേസിനെ കുറിച്ച്. അപ്പോൾ അതൊക്കെ മോൾക്ക് തരാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഒന്ന് ചെല്ലാമെന്ന് ചോദിച്ചു. അത് ആരുടെയെങ്കിലും കൊടുത്തു വിടാനൊക്കെ സാറിനൊരു മടിയാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നിരഞ്ജന ചോദിച്ചു, ഇത്ര ഉത്തരവാദിത്വ ബോധമുള്ള ആളാണെന്ന് ചോദിക്കുകയാണ്. നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പാടുകൾ സഹിക്കാനായിട്ട്. അത് പിന്നെ സാറിനെ കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാന്ന് പറയണം. പിന്നെ ഇവിടുന്ന് ഇത്ര ദൂരം ചെല്ലണ്ടേ. അല്ലെങ്കിൽ പിന്നെ സാറ് വേറെ ഓപ്ഷൻ പറഞ്ഞു. സാറിൻ്റെ മോള് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, അങ്ങനെയാണ് മോളുടെ കൈവശം കൊടുത്തു വിടാം, അവിടെ ചെന്ന് വാങ്ങിക്കൊള്ളാനായിട്ട്. ഇത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു, അത് വേണ്ട, ഞാൻ തന്നെ നേരിട്ട് പോയി വാങ്ങിച്ചോളാം, ഇന്ന് നല്ല ടയേർഡായിട്ടുണ്ട്, നാളെ ഞാൻ പോയി വാങ്ങിച്ചോളാം അച്ഛാന്നൊക്കെ പറയണം. അന്ന് ശരിയെന്ന് പറയണം. പിന്നീട് നിരഞ്ജന അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഉണ്ണിത്താനും സന്തോഷമായി. എങ്ങനെ കേസ് ജയിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ണിത്താൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് പൊന്നുവിൻ്റെ ഒരു ഫോട്ടോയൊക്കെ മൊബൈലിനകത്ത് നോക്കി കണ്ടിരിക്കുമായിരുന്നു രാധാമണി. അപ്പോഴേക്കാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. പറയാം മേരിക്കുട്ടിയമ്മ വന്നു. ജാനകി വന്നിട്ട് എന്താ പൊന്നിൻ്റെ ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? അമ്മ പൊന്നുവിനോട് സംസാരിക്കാത്തതുകൊണ്ടല്ലേ പൊന്നു ഇവിടുന്ന് പോയത്. അമ്മയൊന്നും മിണ്ടിയാൽ മതിയായിരുന്നു, പൊന്നു പോകത്തൊന്നും ഇല്ലായിരുന്നു പറയാം. അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല രാധാമണി. ഈ സമയത്ത് ജാനകി ചോദിച്ചു, അമ്മേ ഇങ്ങോട്ട് നോക്കിയേ, ഈ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കാൻ പറയണം. ആ ഫോട്ടോ നോക്കി. അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഇത് അമ്മയുടെ അച്ഛനാന്ന് പറയണം. ആ ഫോട്ടോയിലേക്ക് തന്നെ കുറേ സമയം നോക്കിയിരുന്നു. അല്ല അമ്മയ്ക്കറിയാമോ അച്ഛൻ എന്ത് ജോലിയെന്ന്? പൂ കെട്ടുന്ന ജോലിയായിരുന്നു ക്ഷേത്രത്തിൽ നിന്ന്. പിന്നെ ജാനകി ഓരോ കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, അതെ പൂ കെട്ടിയിട്ട് വരുമ്പോഴത്തേനും പടച്ചോറും അതെ അമ്പലത്തിൽ നിവേദിച്ച് പായസമൊക്കെ കൊണ്ടുവരായിരുന്നു. അമ്മയെ അതിനുവേണ്ടി ഓടി ചെല്ലുമായിരുന്നു. ഒരു പട്ടുപാടയും ബ്ലൗസൊക്കെ ഇട്ട് ഓർക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് രാധാമ്മയുടെ മനസ്സിലേക്ക് മോളെ നിന്നൊരു വിളിയച്ചൊക്കെ വരുവാണ്. മാധവനാരുടെ വിളിയച്ചൊക്കെ വരുവാണ്. ആ വിളിയച്ച മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചില ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. ആ സമയം ജാനകിക്ക് മനസ്സിലായി അമ്മയെ പഴയ എന്തൊക്കെയോ കാര്യങ്ങൾ ഓർക്കുവന്ന്. മേരിക്കുട്ടിയമ്മ ജാനകിയെ നോക്കിയൊന്ന് പുഞ്ചിരിക്കുകയാണ്. പിന്നീട് ജാനകി ചോദിച്ചു, അല്ല അമ്മയ്ക്ക് മനസ്സിലായില്ലേ, അമ്മ എന്താ ഒന്നും മിണ്ടാത്തേ? ആ അമ്മയുടെ അച്ഛനെക്കുറിച്ച് അമ്മയൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഓർത്ത് നോക്കിയേ. അമ്മയ്ക്ക് പടച്ചോറും പായസമൊക്കെ ആയിട്ട് വരുന്നേ, അമ്മ അവന് ഓടി ചെല്ലുന്നേ. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും ജാനകിയുടെ കണ്ണ് നിറഞ്ഞു വന്നു. ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുവാണ്. പിന്നീട് ജാനകിനെ ഒന്ന് നോക്കുവാണ് രാധാമണി. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജാനകിക്ക് ഒരു കാര്യം മനസ്സിലായി, അമ്മയുടെ മനസ്സിലേക്ക് എന്തൊക്കെയോ ഓർമ്മകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അതാണെങ്കിൽ നല്ലൊരു കാര്യമാണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരും. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടും എന്നൊരു ചിന്തയെ പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.